മലയാള ചലച്ചിത്ര ഗാനശാഖയ്ക്ക് അപൂർവ സംഭാവനകൾ നൽകിയാണ് മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ എന്ന പ്രതിഭ വിടവാങ്ങിയത്. 200 സിനിമകളിലായി 700ഓളം ഗാനങ്ങൾ എഴുതിയ മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ തിരക്കഥാകൃത്ത്, സംവിധായകൻ എന്നീ നിലകളിലും പ്രശസ്തനാണ്. താഴമ്പൂ ചൂടി വരും തളിരിളം കാവളം കിളിയേ. 1947 ആലപ്പുഴ ജില്ലയിലെ മങ്കൊമ്പ് ഗ്രാമത്തിലാണ് മങ്കൊമ്പ് ഗോപാലകൃഷ്ണന്റെ ജനനം. 200 സിനിമകളിലായി 700-ലധികം പാട്ടുകൾ രചിച്ച മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ തന്റേതായൊരിടം മലയാള സിനിമാ ലോകത്ത് കുറിച്ചിടുകയായിരുന്നു. ബാഹുബലിയടക്കം മൊഴിമാറ്റ ചിത്രങ്ങളുടെ സംഭാഷണവും തിരക്കഥയും നിർവഹിച്ചിട്ടുണ്ട്. സംവിധായകൻ ഹരിഹരന് വേണ്ടിയായിരുന്നു മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ ഏറ്റവും കൂടുതൽ ഗാനങ്ങൾ രചിച്ചത്. അദ്ദേഹത്തിന്റെ വരികൾക്ക് ഏറ്റവും കൂടുതൽ തവണ ഈണം പകർന്നത് MS വിശ്വനാഥനായിരുന്നു. മാത്രമല്ല 10ഓളം ചിത്രങ്ങൾക്ക് കഥയും തിരക്കഥയും രചിച്ചിട്ടുണ്ട്. 200 ചിത്രങ്ങൾ മലയാളത്തിലേക്ക് മൊഴിമാറ്റിയതും മങ്കൊമ്പിന്റെ പേരിന് പ്രശസ്തിയേറ്റി. മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ വിമോചന സമരം എന്ന ചിത്രത്തിലൂടെ വയലാർ, P. ഭാസ്കരൻ, PN ദേവ് എന്നിവരോടൊപ്പം ഗാനം എഴുതിക്കൊണ്ടാണ് മലയാള ചലച്ചിത്ര ഗാനരംഗത്തേക്ക് ചുവടുവെച്ചത്. ലക്ഷാർച്ചന കണ്ടു മടങ്ങുമ്പോൾ, ആഷാഢമാസം ആത്മാവിൽ മോഹം, നാടൻ പാട്ടിന്റെ മടിശീല കിലുങ്ങുമി തുടങ്ങിയ അനേകം ഹിറ്റ് ഗാനങ്ങൾക്ക് ജന്മം നൽകി. പൂമടത്തെ പെണ്ണെന്ന സിനിമ നിർമ്മിച്ചിട്ടുണ്ട്. മദ്രാസിൽ നിന്ന് പ്രസിദ്ധീകരിച്ചിരുന്ന അന്വേഷണ മാസികയുടെ പത്രാധിപരായും അദ്ദേഹം കുറച്ചുനാൾ പ്രവർത്തിച്ചിരുന്നു. മങ്കൊമ്പ് ഗോപാലകൃഷ്ണന്റെ വിയോഗ വാർത്തയറിഞ്ഞ് ബാലചന്ദ്രൻ ചുള്ളിക്കാടടക്കം ആശുപത്രിയിലെത്തിയിരുന്നു. സംസ്കാര സമയം അറിയിച്ചിട്ടില്ല. മങ്കൊമ്പ് ഗോപാലകൃഷ്ണന്റെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചനം രേഖപ്പെടുത്തി. തീർത്തും കേരളീയമായ സാംസ്കാരിക ജീവിതത്തിന്റെ സ്പർശമുള്ള ഗാനങ്ങൾ കൊണ്ട് സഹൃദയ മനസ്സിൽ സ്ഥാനം നേടിയ ചലച്ചിത്ര ഗാന രചയിതാവായിരുന്നു മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ എന്ന് മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു. അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുന്നതായും മുഖ്യമന്ത്രി പറഞ്ഞു. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.